നമസ്കാരം. പ്രധാനപ്പെട്ട തലക്കെട്ടുകളിലേക്ക് ആദ്യം. ഓണക്കോടി ഉടുത്ത് സദ്യയുണ്ട്, നല്ല കാലം സ്വപ്നം കണ്ട് നമുക്കോർക്കാൻ ഒരോണം കൂടി. നാടെങ്ങും ആഘോഷം. ശബരിമലയിലും ഗുരുവായൂരിലും ഭക്തരുടെ തിരക്ക്. മഹാബലിയെ വരവേറ്റ് തൃക്കാക്കരയിൽ പ്രത്യേക ചടങ്ങുകൾ. മലയാളത്തിൽ ആശംസകൾ നേർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പതിവ് തെറ്റിച്ചില്ല. ഓണനാളുകളിലെ മദ്യവിൽപ്പനയിൽ ഇക്കുറിയും റെക്കോർഡ്. 12 ദിവസം കൊണ്ട് വിറ്റത് 826.38 കോടിയുടെ മദ്യം. വിൽപ്പന കൂടുതൽ. കരുനാഗപ്പള്ളിയിൽ 6 ഔട്ട്ലെറ്റുകളിൽ 1 കോടിക്ക് മുകളിൽ വിൽപ്പന. മതമൈത്രിയുടെ നേർക്കാഴ്ചയായി തിരുവോണത്തിനൊപ്പം കേരളത്തിൽ നബിദിനാഘോഷവും. പൂക്കളമിട്ട് വീടുകളിലെത്തി ഓണാശംസ നേർന്ന് നബിദിന റാലികൾ. ഉസ്താദുമാർക്ക് ഓണക്കോടി സമ്മാനിച്ച് കൊളത്തൂർ കുന്നത്ത് തറവാട്ടിലെ സുനിൽകുമാറും കുടുംബവും. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ വെളിപ്പെടുത്തലുകളിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം മുന്നോട്ട്. ഇതുവരെ 5 പേരുടെ മൊഴി രേഖപ്പെടുത്തി. പരസ്യ വെളിപ്പെടുത്തൽ നടത്തിയവരുടെ മൊഴിയെടുക്കൽ അടുത്ത ആഴ്ച ഉണ്ടാവും. ഗർഭചിത്രം നടത്തിയവരെയും സംഘം ഉടൻ കാണും. തിരുവോണനാളിലും പോലീസിനെ വിടാതെ കുന്നംകുളം സ്റ്റേഷനിലെ ഏമാന്മാരുടെ 3ാം മുറ വിവാദം. കേരള പോലീസ് FB പേജിലെ ഓണാശംസയ്ക്ക് താഴെ വിമർശന പെരുമഴ. കാക്കിക്കുള്ളിലെ ഗുണ്ടകൾക്ക് ആശംസയില്ലെന്ന് കമന്റുകൾ. പോലീസ് മർദ്ദിച്ച യൂത്ത് കോൺഗ്രസ് നേതാവ് സുയിത്തിന്റെ വീട് ഉച്ചകഴിഞ്ഞ് VD സതീശൻ സന്ദർശിക്കും. ബീഹാറിലെ പോലെ കേരളത്തിലും SIR നടപ്പിലാക്കണമെന്ന ആവശ്യം. സുപ്രീം കോടതിയെ സമീപിച്ച് BJP നേതാവായ അഡ്വക്കേറ്റ് അശ്വിനി കുമാർ ഉപാധ്യായ. 2026 തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ SIR കമ്മീഷനോട് നിർദ്ദേശിക്കണമെന്ന് ഹർജി. തീരുവ കാട്ടി പേടിപ്പിക്കുന്ന ട്രംപിനെ ചെറുക്കാൻ യൂറോപ്പുമായി ഇന്ത്യ ബന്ധം ശക്തമാക്കുന്നു. യൂറോപ്യൻ യൂണിയൻ നേതാക്കളുമായി പ്രധാനമന്ത്രി സംസാരിച്ചു. ഇന്ത്യ യൂറോപ്പ് വ്യാപാര കരാറിന് ധാരണ. മിഡിൽ ഈസ്റ്റിലൂടെയുള്ള സാമ്പത്തിക ഇടനാഴി ഉടൻ തുറക്കും. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. സമൃദ്ധിയുടെ നിറവിൽ ഇന്ന് തിരുവോണം. ഓണസദ്യയും പൂക്കളവും ഓണക്കോടിയും സദ്യയുമൊക്കെ ഓണാഘോഷത്തിന്റെ മാറ്റുകൂട്ടുകയാണ്. എല്ലാ ന്യൂസ് 18 പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി തിരുവോണദിന ആശംസകൾ. തിരുവോണത്തിന്റെ നാടായ തൃക്കാക്കരയിൽ ആഘോഷത്തോടെയാണ് ഓണത്തെ എതിരേറ്റത്. മഹാബലിയെ എതിരേറ്റ ചടങ്ങോടെയാണ് ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങുകൾ ആരംഭിച്ചത്. ആഘോഷപൂർവ്വം തിരുവോണ സദ്യയും കെങ്കേയമാക്കി മന്ത്രി P. രാജീവ്, ബെന്നി ബെഹനാൻ MP അടക്കമുള്ളവർ പങ്കെടുത്തു. തിരുവോണം അതിന്റെ എല്ലാവിധ സജീവതയോടും കൂടി ആഘോഷിക്കുകയാണ്. തൃക്കാക്കര എന്ന് അറിയപ്പെടുന്ന തൃക്കാക്കര തിരുവോണത്തിന്റെ നാട് എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. ആഘോഷങ്ങൾ തുടങ്ങുന്നതും അതോടൊപ്പം തന്നെ തിരുവോണത്തിന്റെ കൊടിയിറങ്ങുന്നതുമെല്ലാം തന്നെ തൃക്കാക്കരയോട് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ്. തൃക്കാക്കര മഹാക്ഷേത്രത്തിൽ തന്നെയാണ് ഇതിന്റെ ഒരു ചടങ്ങുകളും കാര്യങ്ങളും എല്ലാം നടക്കുന്നത്. ഇന്ന് രാവിലെ തന്നെ ഇവിടേക്ക് ഈ ഭക്തജനങ്ങളിലെല്ലാം തന്നെ ഒരു തിരക്കായിരുന്നു ഉണ്ടായിരുന്നു. പതിവ് പോലെ തന്നെ വലിയ തിരക്കിലേക്ക് വൈകാതെ തന്നെ ക്ഷേത്രവും പരിസരവും എല്ലാം തന്നെ എത്തിച്ചേർന്നു. പിന്നീട് ഇതിന്റെ ഒരു ആചാരപരമായ സവിശേഷത എന്ന് പറയുന്നത് വാമനമൂർത്തി ക്ഷേത്രമാണ്. തൃക്കാക്കര മാത്രമാണ് കേരളത്തിലെ ഏക വാമനമൂർത്തി ക്ഷേത്രം എന്ന് പറയുന്നത്. ഇവിടെ ആചാരപൂർവ്വം ഈ മഹാബലി എതിരേൽക്കുക എന്ന ചടങ്ങ്, വാമനമൂർത്തി അത് പ്രതീകാത്മകമായി ചെന്നുകൊണ്ട് മഹാബലിയെ എതിരേൽക്കുക എന്നത് വാമനൻ ചെന്ന് എതിരേൽക്കുന്ന രീതിയിലുള്ള പരമ്പരാഗതമായ രീതിയിൽ ആ രീതിയിലുള്ള ഒരു ചടങ്ങ് നടന്നത്. വലിയ രീതിയിലുള്ള ആഘോഷങ്ങളോടുകൂടി തന്നെ ഇവിടേക്ക് എത്തിയ ഭക്തജനങ്ങളും അതിൽ പങ്കാളികളായി. ഇതിനുശേഷം ക്ഷേത്രത്തിന് ചുറ്റും വലം വെച്ച ശേഷമാണ് വാമനമൂർത്തി ക്ഷേത്രത്തിനകത്തേക്ക് കയറി പോകുന്നത്. തുടർന്ന് വലിയ ആഘോഷങ്ങളിലേക്ക് തൃക്കാക്കര നീളുന്നു. ശ്രീബലി നടന്നു. അതിനുശേഷം ഏറ്റവും സവിശേഷതമായ
തൃക്കാക്കര തിരുവോണ സദ്യ നടക്കുകയാണ്. തിരുവോണ സദ്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവിടെ സദ്യ വിളമ്പിക്കൊണ്ട് മന്ത്രി പി രാജീവ് അത് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തിരുന്നു. ഇപ്പോഴും സദ്യ തുടരുന്നു. ഏതായാലും ഇത് കാണിക്കുന്നത് തൃക്കാക്കരയുടെ ഒരു വലിയ സവിശേഷത. നാനാജാതി മതസ്ഥർ എല്ലാവരും തന്നെ ഈ സദ്യയിൽ തിരുവോണ സദ്യയിൽ തന്നെ പങ്കാളികളാകുന്നു എന്നതാണ്. വിഭവസമൃദ്ധമായ സദ്യ ഏതാണ്ട് 20,000-ലധികം പേർക്കാണ് ഈ സദ്യ ഒരുക്കുന്നത്. എന്തായാലും വലിയ ആഘോഷങ്ങളോടുകൂടി അതിൻ്റെ തനിമയോടുകൂടി തന്നെ തൃക്കാക്കര അത് ആഘോഷിക്കുകയാണ്, കൊണ്ടാടുകയാണ്. എല്ലാം ചിരിച്ചമുഖങ്ങൾ, ഓണം അതിൻ്റെ സജീവതയും തെളിമയും എല്ലാം ചേർന്നുകൊണ്ട് ചാരുതയോടുകൂടി തൃക്കാക്കര അത് ഏൽക്കുന്നു. എല്ലാവർക്കും ഓണാശംസകൾ. ക്യാമറമാൻ മനോജിനൊപ്പം ജാനിപ്പോൾ ന്യൂസ് 18. ശബരിമല സന്നിധാനത്ത് തിരുവോണ പുലരിയെ വരവേറ്റ് ഭക്തർ. കൊടുവിര ചുവട്ടിൽ അത്തപ്പൂക്കളം ഒരുക്കി വിപുലമായാണ് സന്നിധാനത്തെ ഓണാഘോഷം. ഭക്തർക്ക് തിരുവോണ സദ്യയും ഒരുക്കിയിട്ടുണ്ട്. 13,327 വിശ്വാസികൾ ഇന്നലെ ഉത്രാടം നാളിൽ ദർശനം നടത്തി. ആറന്മുള ക്ഷേത്രത്തിലെ തിരുവോണ സദ്യയ്ക്കുള്ള വിഭവങ്ങളുമായി തിരുവോണ തോണിയെത്തി. കാട്ടൂർ ക്ഷേത്രത്തിൽ നിന്നും ഇന്നലെ വൈകിട്ട് ആരംഭിച്ച യാത്ര പുലർച്ചെ 6 മണിയോടെ ആറന്മുള ക്ഷേത്രക്കടവിൽ എത്തിച്ചേർന്നു. കുമാരനെല്ലൂർ മങ്ങാട്ടില്ലത്തെ അനൂപ് നാരായണ ഭട്ടതിരിയാണ് ഇക്കൊല്ലം തിരുവോണ തോണിക്ക് നായകത്വം വഹിച്ചത്. 6 മണിയോടെ ക്ഷേത്രക്കടവിൽ എത്തിച്ചേർന്ന തിരുവോണ തോണിയെ ക്ഷേത്രം ഭാരവാഹികളും കരക്കാരും ഭക്തരും ചേർന്ന് വഞ്ചിപ്പാട്ടിൻ്റെ അകമ്പടിയോടെ സ്വീകരിച്ചു. 18 കുടുംബങ്ങളിൽ നിന്നും ഉരുളിൽ കുത്തിയെടുത്ത അരി മുതൽ കദളിപ്പഴം വരെയുള്ള വിഭവങ്ങളുമായാണ് തിരുവോണത്തോണി എത്തിയത്. 52 കരകളിൽ നിന്നുള്ള പള്ളിയോടങ്ങളും തിരുവോണത്തോണിക്ക് അകമ്പടിയായി എത്തി. കാട്ടൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്നും കൈമാറിയ വിളക്ക് ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ കിടാവിളക്കിലേക്ക് അഗ്നിയായി പകർന്നു. തുടർന്ന് ക്ഷേത്രത്തിലെ ദിവസപൂജകൾ ആരംഭിച്ചു. വൈകിട്ട് അത്താഴപൂജയ്ക്ക് ശേഷം കിഴി സമർപ്പിച്ചാണ് മങ്ങാട് ഭട്ടതിരി തിരികെ മടങ്ങുന്നത്. മലയാളികൾക്ക് ഓണാശംസകൾ നേർന്ന് പ്രധാനമന്ത്രി. ഓണം ഐക്യത്തിൻ്റെയും പ്രതീക്ഷയുടെയും അഭിമാനകരമായ പ്രതീകമാണ്. പ്രകൃതിയുമായുള്ള ബന്ധം ദൃഢമാക്കാൻ ഓണം സഹായിക്കട്ടെ എന്ന് മോദി എക്സിൽ കുറിച്ചു. മലയാളത്തിലാണ് പ്രധാനമന്ത്രിയുടെ ഓണാശംസ. മലപ്പുറം ജില്ലയുടെ മതസൗഹാർദ്ദത്തിൻ്റെ പ്രതീകമായി നബിദിന റാലികൾ. തിരുവോണനാളിൽ പൂക്കളമിട്ട വീടുകളിലും ഘോഷയാത്ര കടന്നെത്തി. മേൽമുറിയിൽ ഒരു ഗൃഹനാഥൻ ഉസ്താദുമാർക്ക് ഓണക്കോടിയും സമ്മാനിച്ചു. നബിദിനവും തിരുവോണവും ഒന്നിച്ചു വന്നുവെന്ന പ്രത്യേകതയുള്ള വർഷമാണ് 2025. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒന്നിച്ച് ഇന്നത്തെ ദിവസം ആഘോഷിക്കുന്ന റിയൽ കേരള സ്റ്റോറി കാണാൻ കഴിയുമെന്ന് കഴിഞ്ഞ ദിവസം മന്ത്രി MP രാജേഷ് പാലക്കാട് വെച്ച് പറഞ്ഞിരുന്നു. മന്ത്രിയുടെ പ്രവചനം സത്യമാക്കുന്ന കാഴ്ചയായിരുന്നു ഇന്ന് മലപ്പുറത്ത് കാണാൻ സാധിച്ചത്. വിവിധ മസ്ജിദുകൾ സംഘടിപ്പിച്ച നബിദിന റാലികൾ പൂക്കളമിട്ട വീടുകളും സന്ദർശിച്ചു. എല്ലാവർക്കും ഓണാശംസകൾ നേർന്നായിരുന്നു ഘോഷയാത്രകൾ കടന്നുപോയത്. നജാത്തുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി മദ്രസയുടെ നേതൃത്വത്തിലുള്ള നബിദിന റാലി അധികാരത്തൊടി കൊളത്തൂർ കുന്നത്ത് തറവാട് മുറ്റത്തുകൂടി കടന്നുപോയപ്പോൾ കൈനിറയെ സമ്മാനവുമായായിരുന്നു ഗൃഹനാഥൻ സുനിൽകുമാറിന്റെ വരവ്. എല്ലാവർക്കും പുത്തൻ കുപ്പായങ്ങൾ. സുനിൽകുമാറിന്റെ അമ്മ വിജയകുമാരിയാണ് ആദ്യ ഓണക്കോടി നൽകിയത്. തുടർന്ന് ബാക്കിയുള്ള ഉസ്താദുമാർക്കും ഓണക്കോടി വിതരണം ചെയ്തു. ഓണവും നബിദിനവും ഒരുമിച്ച് വന്നതിനാലാണ് ഇത്തവണ ഓണക്കോടി വിതരണം ചെയ്തതെന്ന് സുനിൽ പറഞ്ഞു. മുൻ വർഷങ്ങളിലും നബിദിന റാലിക്ക് ഈ വീട്ടുകാർ സമ്മാനങ്ങൾ വിതരണം ചെയ്യാറുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം റാലിയിൽ പങ്കെടുത്ത കുട്ടികൾക്ക് മിഠായി നൽകിയായിരുന്നു സ്വീകരണം. ന്യൂസ് 18 തിരൂർ. തിരുവോണ ദിനത്തിലും സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരങ്ങൾക്ക് അവധിയില്ല. തിരുവോണത്തിന് ആശമാരുടെ സമരം 209-ാം ദിനം പിന്നിടുകയാണ്. നിയമം സഹകരണ ബാങ്കിലെ നിക്ഷേപം തിരികെ നൽകണമെന്ന് ആവശ്യപ്പെട്ട് നിക്ഷേപകർ മറ്റൊരു വശത്ത് നിരാഹാര സമരം നടത്തുന്നു. വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡിൽ ജനകീയ സമിതിയുടെ തിരുവോണവും പട്ടിണിയിലാണ്. തിരുവോണ ദിവസവും സെക്രട്ടേറിയറ്റ് മുന്നിൽ പതിവ് കാഴ്ചകൾ തന്നെയാണ്. ഇവിടെ മുദ്രാവാക്യങ്ങളുടെ ശബ്ദം താഴുന്നില്ല. ഇന്നും സമരമുഖരിതമാണ് സെക്രട്ടേറിയറ്റ് മുൻവശം. ഇവിടെ ഇപ്പോൾ നടക്കുന്നത് നിയമം സഹകരണ ബാങ്കിലെ നിക്ഷേപം
തിരികെ നൽകുക, സർക്കാർ ഗ്യാരണ്ടി നടപ്പിലാക്കുമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തിരുവോണത്തിനുള്ള നിരാഹാര സമരമാണ് ഈ ഭാരവാഹികൾക്കെതിരെയുള്ള നിക്ഷേപ കൂട്ടായ്മയുടെ സമരമാണ്. വലിയ പ്രതിഷേധമുണ്ട്. എന്തുകൊണ്ടാണ് തിരുവോണത്തിന് സമരം തിരഞ്ഞെടുത്തത്? തിരുവോണത്തിന് സമരത്തിലേക്ക് പോകാൻ കാര്യം എന്താണ്? നമ്മൾ ഇത് 6ാമത്തെ പ്രാവശ്യമാണ് സമരം ചെയ്യുന്നത്. നിക്ഷേപ ഗ്യാരണ്ടി ബോർഡിൽ നിന്നും സഹായങ്ങൾ താൽക്കാലികമായെങ്കിലും ഓരോ നിക്ഷേപകനും 5 ലക്ഷം രൂപയെങ്കിലും നൽകി താൽക്കാലികമായ ആശ്വാസം നൽകണമെന്നാണ് ആവശ്യം. ഔട്ടർ റിംഗ് റോഡ് തിരുവനന്തപുരത്തിന്റെ മുഖച്ഛായ തന്നെ മാറുമെന്ന പ്രതീക്ഷയോടുകൂടി സർക്കാർ നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ച വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡ് ജനകീയ സമിതിയുടെ നേതൃത്വത്തിലുള്ള സമരമാണ്. തിരുവോണനാളിൽ അവരും പട്ടിണി സമരം നടത്തുകയാണ്. അവരുടെയും ആവശ്യം ഈ റിംഗ് റോഡുമായി ബന്ധപ്പെട്ട് നിരവധി പേരുടെ ഭൂമി ഏറ്റെടുത്തിരുന്നു. എന്താണ് നിങ്ങളുടെ ഇന്ന് തിരുവോണ ദിനത്തിന് സമരത്തിനുള്ള പ്രധാന കാരണം? ഞങ്ങളുടെ വസ്തു ഏറ്റെടുത്തിട്ട് അവര് പ്രമാണം ഏറ്റെടുത്തിട്ട് 3.5 വർഷം കഴിഞ്ഞ് ഇതുവരെ ഞങ്ങൾക്ക് നഷ്ടപരിഹാരം തരികയോ ആ ഭൂമി കൊണ്ട് ഞങ്ങൾക്ക് യാതൊരു ഉപയോഗമില്ലാത്ത രീതിയിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ അത് ഞങ്ങൾ മക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനോ ഒന്ന് പണയം വെച്ച് കുട്ടികളെ പഠിപ്പിക്കാനോ ഒന്നിനും കഴിയാത്ത അവസ്ഥയിലാണ്. ആശാസമരം ഇന്നും തുടരുന്നുണ്ട്. ഇന്നലെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ആശമാർക്ക് സദ്യ നൽകിയിരുന്നു. ഇന്നും ചാണ്ടി ഉമ്മൻ MLA പങ്കെടുത്തുകൊണ്ട് ഇവിടെ തിരുവോണ സദ്യ അവർക്കായി നൽകുന്നുണ്ട്. ആശമാർക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ട് ഒരു ഓട്ടം ഇവിടെ നടക്കുന്നുണ്ട്. അതായത് വനിതാ സുരക്ഷ, സ്ത്രീ സുരക്ഷയൊക്കെ എവിടെയെന്ന ചോദ്യവുമായി ഗോപകുമാറാണ് ഇത്തരത്തിലൊരു ഓട്ടം നടത്തുന്നത്. മറ്റു സമരങ്ങളും ഇവിടെ തുടരുന്നുണ്ട്. ഇവിടെ എന്തിനു വേണ്ടിയാണ് സമരം ചെയ്യുന്നത്? 2016 തൊട്ട് ക്ഷേമനിധിയിൽ 3-4 മാസം അവർ പൈസ തരുന്നുള്ളൂ, ബാക്കി തരുന്നില്ല. 1600 രൂപ പ്രതിമാസം. ക്ഷേമനിധിയാണ് നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി. ഞാൻ 700 കിലോമീറ്റർ നടന്നാണ് വരുന്നത്. ഒരു ക്ഷേമനിധിയുടെയും പൈസ അവർ കൊടുക്കുന്നില്ല. ക്ഷേമനിധി പെൻഷനിലെ കുടിശ്ശിക വന്നവരുണ്ട്. അവർ ഇപ്പോഴും സമരം ഇവിടെ തുടരുകയാണ്. ആവശ്യങ്ങൾ നിരവധിയാണ്. നാട് മുഴുവൻ ഓണം ആഘോഷിക്കുമ്പോഴും ഇത്തരത്തിൽ സമരങ്ങൾക്ക് കുറവില്ല. ആശമാരുടെ സമരപ്പന്തലിലും ഇന്നും സമരമുണ്ട്. തീർച്ചയായിട്ടും ഇന്നും സമരം ശക്തം തന്നെയാണ്. ഞങ്ങളുടെ നാളെ ആകുമ്പോൾ 7 മാസം പൂർത്തിയാവുകയാണ് ഈ സമരം ആരംഭിച്ചിട്ട്. വളരെ 24 മണിക്കൂർ കൊണ്ട് പരിഹരിക്കാവുന്ന ഡിമാൻഡുകൾ ഉന്നയിച്ചാണ് ഞങ്ങൾ ഈ സമരമുഖത്ത് വന്നത്. മിനിമം കൂലിയാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഈ സെക്രട്ടേറിയറ്റ് നടയിൽ ഇന്നും ഈ ഓണ ദിനത്തിലും സമരങ്ങൾ കുറവില്ല, സമരങ്ങൾക്ക് അവധിയുമില്ല. സംസ്ഥാനത്ത് ഇത്തവണയും ഓണത്തിന് റെക്കോർഡ് മദ്യവിൽപ്പന. 12 ദിവസം കൊണ്ട് വിറ്റത് 826.38 കോടി രൂപയുടെ മദ്യം. കഴിഞ്ഞ വർഷം ഇത് 776.82 കോടി രൂപയായിരുന്നു. കഴിഞ്ഞ വർഷത്തേക്കാൾ 50 കോടിയുടെ വർധനമാണ് ഇത്തവണ. ഉത്രാട ദിനത്തിൽ മാത്രം വിറ്റത് 137.64 കോടി രൂപയുടെ മദ്യമാണ്. കൊല്ലം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ മദ്യം വിറ്റത്. കരുനാഗപ്പള്ളി ഔട്ട്ലെറ്റാണ് മുന്നിൽ. 1 കോടി രൂപയ്ക്ക് മുകളിൽ മദ്യം വിറ്റഴിച്ചത് 6ഓളം ഔട്ട്ലെറ്റുകളാണ്. സൂപ്പർ പ്രീമിയം ഷോപ്പുകളിലും റെക്കോർഡ് വിൽപ്പനയാണ് ഇത്തവണ ഉണ്ടായത്. കഴിഞ്ഞ വർഷത്തേക്കാൾ 5 ഇരട്ടി വിൽപ്പന ഉണ്ടായി എന്നാണ് കണക്ക്. കേരള പോലീസിന്റെ ഫേസ്ബുക്ക് വഴിയുള്ള ഓണാശംസയ്ക്ക് താഴെ വ്യാപക വിമർശനം. കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് നേതാവിനെ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ചാണ് കമന്റുകൾ. കാക്കിക്കുള്ളിലെ ക്രിമിനലുകൾക്ക് ആശംസകളില്ലെന്നും ഗുണ്ടകളല്ലാത്ത പോലീസുകാർക്ക് മാത്രം ആശംസകളെന്നുമായിരുന്നു കമന്റ്. ഓണമായിട്ട് ആരെയും ഇടിക്കുന്നില്ലേ എന്ന് പരിഹാസരൂപേണ ചോദ്യവുമുണ്ട്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.